മറ്റൊരു വാർത്തയിലേക്കാണ്. തമിഴ്നാട്ടിൽ നിന്ന് തൃശൂർ വിയൂർ ജയിലിലേക്ക് കൊണ്ടുവരുന്നതിനിടെ തടവുകാരൻ രക്ഷപ്പെട്ടതിൽ വ്യക്തത തേടി പോലീസ്. 53 കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകനാണ് രക്ഷപ്പെട്ടത്. ഇയാളുമായി തമിഴ്നാട് പോലീസ് സംഘം സഞ്ചരിച്ച കാറിന്റെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കും. ആലത്തൂർ മുതൽ പ്രതിക്ക് കൈവിലങ്ങ് ഇട്ടിട്ടില്ലായിരുന്നു എന്നതാണ് തമിഴ്നാട് പോലീസിന്റെ മൊഴി. ചാടിപ്പോയ പ്രതി തമിഴ്നാട് പോലീസ് സംഘം തിരഞ്ഞിട്ടും കിട്ടാതായതോടെ കേരള പോലീസിന്റെ വിവരം അറിയിച്ചതിൽ നിന്നും എന്നതാണ് മൊഴിയിൽ പറയുന്നത്. വിവരങ്ങളുമായി അനീഷ് ആന്റണിയാണ് ചേരുന്നത്. അനീഷ് ആന്റണി, ഏകദേശം ഇദ്ദേഹം 2 തവണയാണ് ഇപ്പോൾ ജയിൽ ചാടുന്നത്. ഇങ്ങനെ ഒരു കുപ്രസിദ്ധ ഒരു കുറ്റവാളി അല്ലെങ്കിൽ കുപ്രസിദ്ധ മോഷ്ടാവിനെ മറ്റൊരു ജയിലിലേക്ക് കൊണ്ടുപോയി കൃത്യമായ രീതിയിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് വ്യക്തമാകുന്നത്, അല്ലേ? ജയിൽ ചാട്ടം എന്ന് പറയാൻ പറ്റില്ല. ജയിലിലേക്ക് കയറ്റുന്നതിന് മുൻപുള്ള രക്ഷപ്പെടലാണ് 2 തവണ നടത്തിയത്. ജയിൽ ചാടാനുള്ള ഒരു അവസരത്തിലേക്കൊന്നും എത്തിയിട്ടില്ല. കാരണം കഴിഞ്ഞ തവണയും സമാന രീതിയിൽ തമിഴ്നാട് പോലീസ് ബസ്സിൽ നിന്നാണ് ഇയാൾ രക്ഷപ്പെട്ടത്. അതുപോലെ തന്നെയാണ് ഇന്നലെയും സംഭവിച്ചത്. കേസ് ആവശ്യത്തിനായി ഇയാളെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു. തിരികെ ഇന്നലെ രാത്രി വിയൂർ ജയിലിലേക്ക് എത്തിച്ചു. വരുന്ന വഴി ആലത്തൂരിൽ വെച്ച് ഭക്ഷണം കഴിക്കാനായി കൈവിലങ്ങ് അഴിച്ചു മാറ്റി ഭക്ഷണം കഴിപ്പിച്ചു. ശേഷം വീണ്ടും ഇവർ ഇന്നലെ ഇയാളെ കൊണ്ടുവന്നിരുന്ന കാറിൽ വിയൂരിലേക്ക് എത്തിച്ചു. വിയൂർ ജയിലിന് സമീപത്ത് എത്തിച്ചപ്പോൾ മൂത്രം ഒഴിക്കണമെന്ന് ആവശ്യപ്പെട്ടു. മൂത്രം ഒഴിക്കാനായി ഇറക്കി. ഈ ഇറങ്ങിയ സമയത്ത് കാറിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ഒരാൾ മാത്രമാണ് ഇയാളുടെ ബാലമുരുകന്റെ കൂടെ പുറത്തേക്ക് ഇറങ്ങിയത്. മറ്റുള്ളവർ കാറിൽ ഇരുന്നു എന്നാണ് പറയുന്നത്. മാത്രമല്ല, കൈവിലങ്ങ് അവിടെ ആലത്തൂരിൽ വെച്ച് അഴിപ്പിച്ച കൈവിലങ്ങ് പിന്നീട് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഘടിപ്പിച്ചിരുന്നില്ല. ഇതാണ് ഇയാൾക്ക് രക്ഷപ്പെടാൻ എളുപ്പമായത്. പിന്നെ അവിടെ നിന്നും രക്ഷപ്പെട്ടു. മതിൽ ചാടിക്കടന്ന് ഓടി എന്നാണ് പറയുന്നത്. ഈ സംഭവം നടന്നതിന് ശേഷം 1 മണിക്കൂർ പിന്നിട്ടിട്ടാണ് ഈ വിവരം ഈ വിയൂർ സെൻട്രൽ ജയിൽ ഉള്ള സ്റ്റേഷൻ നിമിത്തമായി വിയൂർ സ്റ്റേഷനിൽ അറിയിച്ചു എന്നുള്ളൊരു കാര്യം കൂടി വരുന്നുണ്ട്. കാരണം ആദ്യഘട്ടത്തിൽ ഇവർ ആ ഭാഗത്തെല്ലാം തപ്പി കിട്ടില്ല എന്നുള്ളൊരു ഘട്ടം വന്നതോടെയാണ് ഇവർ പോലീസിൽ അറിയിച്ചതെന്നാണ് പറയുന്നത്. എന്തായാലും ഈ 1 മണിക്കൂർ വൈകാൻ എന്താണ് കാരണം, കൃത്യമായി ഇവരെ തപ്പിയോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേരള പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ ആലത്തൂരിൽ നിന്നും ഈ പ്രതിയുമായി എത്തിയ അല്ലെങ്കിൽ തടവുകാരനുമായി എത്തിയ കാർ എത്ര മണിക്കാണ് വിയൂർ ജയിലിന്റെ പടിയിലേക്ക് എത്തിയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നതിനായി പ്രദേശത്തുള്ള CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് ശേഖരിക്കും. തൃശൂർ സിറ്റി പോലീസ്, വിയൂർ പോലീസിന്റെ നേതൃത്വത്തിലുള്ള സിറ്റി പോലീസൊക്കെ ശേഖരിക്കുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇന്നലെ രാത്രി തന്നെ വ്യാപക തെരച്ചിൽ ഇയാൾക്കായി ഊർജിതമാക്കി. ഇന്ന് രാവിലെയും തെരഞ്ഞു, പക്ഷേ കിട്ടിയില്ല. എന്തായാലും 2 തരം അനുമാനങ്ങളാണുള്ളത്. ഒന്നുകിൽ ഇയാൾ ഈ ഭാഗത്തു നിന്ന് അധികം ദൂരെ പോയിട്ടില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കണക്കാക്കുന്നു. ഇയാളുടെ ചെരുപ്പ് ആ ഭാഗത്തു നിന്ന് കിട്ടി എന്ന് പറയുന്നുണ്ട്. ഈ രക്ഷപ്പെട്ടതിന് അധികം ദൂരെയല്ലാത്ത സ്ഥലത്തുനിന്നും ചെരുപ്പ് കിട്ടി. പക്ഷെ അതുകൊണ്ട് ഉറപ്പിക്കാനാകില്ല ഇയാൾ അവിടെ തന്നെ തുടരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. സംസ്ഥാനം വിട്ടുപോകാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. എന്തായാലും വ്യാപക തെരച്ചിലാണ്. ഇന്നലെ രാത്രി ഒരു 10 മണി 11 മണിയോടെ ആരംഭിച്ച തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. രാവിലെയും പോലീസ് വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് ഇയാൾക്കായി പരിശോധന നടത്തുന്നുണ്ട്. ഇയാൾ ഒരു കൊടും കുറ്റവാളിയാണ്, കൊടും മോഷ്ടാവാണ്. 50ലധികം കേസുകൾ ഇയാൾക്കെതിരെ ഉണ്ട്. മാത്രമല്ല, 1 തവണ ജയിൽ ചാടിയ ചരിത്രമുണ്ട്. അല്ലെങ്കിൽ പോലീസിന്റെ ബസ്സിൽ നിന്നും തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നാണ് രക്ഷപ്പെട്ട ആ ചരിത്രമുണ്ട്. അങ്ങനെയുള്ളൊരു ആളെ വീണ്ടും ഇത്ര ലാഘവത്തോടെ കൊണ്ടുവന്നത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യമാണ് പ്രധാനമായിട്ടും കേരള പോലീസ് പരിശോധിക്കുന്നത്. 1 തവണ ഇത്തരത്തിൽ പോലീസിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു പോയ ഒരു കുറ്റവാളിയെ വിലങ്ങ് അണിയിക്കാതെ മൂത്രം ഒഴിക്കാൻ ഇറക്കി എന്ന് പറയുന്നതിൽ അസ്വാഭാവികതയുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേരള പോലീസ് പരിശോധിക്കുന്നത്. എന്തായാലും CCTV ദൃശ്യങ്ങൾ ഇവരെ എത്ര മണിക്ക് എത്തി, എന്തുകൊണ്ടാണ് 1 മണിക്കൂറോളം വൈകാൻ ഇടയാക്കിയത് എന്നുള്ള കാര്യങ്ങളാണ് പോലീസ് പരിശോധിക്കുക. എന്തായാലും ഇയാൾക്കായി വ്യാപക തിരച്ചിൽ ഇപ്പോഴും നടത്തുകയാണ്. തൃശൂർ ജില്ലയിലും ജില്ലാ അതിർത്തികളിലും സംസ്ഥാന അതിർത്തികളും ഉൾപ്പെടെ പരിശോധന ഉണ്ട്. ചെക്ക് പോസ്റ്റുകളിലേക്ക് വിവരം അറിയിച്ചിട്ടുണ്ട്. മറ്റ് ജില്ലകളിലെ പോലീസിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. തമിഴ്നാട് പോലീസിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇയാൾക്കായുള്ള അന്വേഷണം ഊർജിതമായി തുടരുകയാണ്. രേണുക. ശരി അനീഷ്, വ്യക്തമാണ്. തുടരുക. മറ്റൊരു വാർത്തയുടെ വിവരം കൂടി ലഭിക്കേണ്ടതുണ്ട്.